ഇതാ നമ്മുടെ സഞ്ജു സാംസൺ വിജയനിമിഷത്തിൽ തന്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നത് നോക്കുക. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. മതം ഏതായാലും വിശ്വാസത്തെ നെഞ്ചിലേറ്റാനുള്ള സ്വാതന്ത്ര്യം. 50 പന്തിൽ 97 റൺസെടുത്ത് പുറത്താകാതെ ഇന്ത്യയെ ജയിപ്പിച്ച സഞ്ജു താൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെയും ഓർക്കാതെ വിട്ടില്ല. ഗ്രൗണ്ടിൽ മുട്ടുകുത്തി കുരിശു വരച്ച സഞ്ജുവിന്റെ ദൃശ്യമാണിത്. It means the whole world actually to me. I think right from the day I started playing, started dreaming to play for the country, I think this is the day I was waiting for, and very grateful, very thankful, and I've always had a very special journey with lots of ups and downs, but I've kept on doubting myself, kept on thinking what if, can I make it, but I kept on believing, and thanks to the Lord Almighty for actually blessing me today. മാസങ്ങൾക്ക് മുമ്പ് വനിതാ ലോകകപ്പിൽ ഇന്ത്യയെ ജയത്തിലെത്തിച്ച ജമീമ റോഡ്രിഗസ് ഇതേപോലെ അവസാന ബോളുകളെ നേരിടുമ്പോൾ ബൈബിൾ വാക്യങ്ങൾ ഉച്ചരിക്കുന്നത് കാണാമായിരുന്നു. തുടർന്ന് വിജയപീഠത്തിൽ നിൽക്കുമ്പോൾ താൻ ക്രിസ്ത്യൻ വിശ്വാസത്തെയാണ് മുറുകെ പിടിക്കുന്നതെന്ന് ജമീമ തുറന്നു പറഞ്ഞു. അതും ഇന്ത്യൻ പാരമ്പര്യമാണ്. ഇതേ തുടർന്ന് സംഘികൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും അധിക്ഷേപവർഷം ചൊരിഞ്ഞു. ജമീമയുടെ പിതാവ് മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ച ആളെന്നുവരെ അവർ പറഞ്ഞു. വിദ്വേഷം വമിപ്പിക്കാൻ പഴയ ചില വീഡിയോകളും ഉപയോഗിച്ചു. തന്നെ ലക്ഷ്യം വെച്ചവരോട് താൻ പൊറുക്കുന്നതായി ജമീമ പറയുകയുണ്ടായി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മകൻ BCCIയുടെ ഭാരവാഹി കൂടിയായ ജയ്ഷ ജമീമയെ ആദരിക്കുന്ന കാഴ്ച പോലും ഈ സംഖ്യകൾ കണ്ടില്ല. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and He fought for me. Yes.